ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഒരു റമദാൻ ഹോം ഡെക്കറിൻ്റെ വീഡിയോ ആയിട്ടാണ്. അത് നമ്മൾ ചെയ്യുന്നത് റീസൈക്ലിങ്ങിലൂടെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 ഫിഷ് ജാർസാണ്. അപ്പോൾ ഒരെണ്ണം പൊട്ടിയിട്ടുള്ളതും പിന്നെ ഫിഷൊക്കെ ഒഴിവായിട്ടുള്ളതായിട്ടുള്ളൊരു ജാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നല്ല രീതിയിൽ റീസൈക്കിൾ ചെയ്തിട്ട് ഒരു റമദാൻ ഹോം ഡെക്കറായിട്ട് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപ്പില്ല, അതിൽ ഓൾറെഡി ഒരു ചെറിയ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നൊരു ലിഡാണത്. അപ്പോൾ ഇത് ചെറിയ ജാറിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അത് പൊട്ടിയപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ് ജാർ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഫസ്റ്റിൽ വന്നിട്ടുള്ള ആ ഒരു ചെറിയ ജാറ് ഫൈബർ മിക്സ് ആയിട്ടുള്ളതാണ്. വലിയ ജാർ വന്നിട്ട് ഫുൾ ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുൾ എല്ലാം ഒന്ന് റീസൈക്കിൾ ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് എങ്ങനെ ഒരു ഡെക്കോ പീസായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗോൾഡൻ ഫോം ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഭാഗ്യത്തിന് ആ ഒരു ലെങ്ത്ത് കാര്യങ്ങളൊക്കെ സെയിമായി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു ഫോം ഷീറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കാവുന്നതാണ്. നമ്മൾ ഫോം ഷീറ്റിൽ കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഷേപ്പ് ആദ്യം ഒന്ന് ഈ ഒരു പേപ്പറിൽ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഫോം ഷീറ്റ് ഫോൾഡ് ചെയ്ത പോലെ 2 പീസായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം 2 പാർട്ടിലും ആ ഒരു ഷേപ്പ് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ പാർട്ടും കൂടിയിട്ട് നമുക്ക് 4 പീസ് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു പീസെല്ലാം നമ്മൾ ഈ ഒരു ജാറിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ ജാറ് റൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്പേസ് അലൊക്കേഷനൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ട് ആദ്യം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ട് സ്പേസ് അലൊക്കേഷൻ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് കട്ട് ചെയ്തിട്ടുള്ള 2 പീസും ഇതിലേക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വരുന്ന 2 ഗ്യാപ്പിലേക്കും ഈ ഒരു പീസാണ് കേട്ടോ നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു കട്ടിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് ഒരു ലൈറ്റ് പാസിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു ജാറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഏരിയാസ് നമുക്ക് ലൈറ്റ് പാസ് ചെയ്യാനും കൂടെ ലീവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെൻറ്റർ പീസ് ആ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ പീസും മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ട് നോക്കുമ്പോൾ എല്ലാ അലൈൻമെൻറ്റും കറക്റ്റാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു ലിഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു കാർഡ്ബോർഡ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്ക്വയർ ഷേപ്പിലുള്ള 3 പീസും കൂടെ ഈ ഒരു കാർഡ്ബോർഡിൽ നിന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ജാറിൻ്റെ ആ ഒരു ടോപ്പ് പോർഷൻ ഒന്ന് മെഷറും കൂടെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിഡായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അതിൽ ചെറിയ 2 പീസ് സ്ക്വയർ പീസ് ഇതിലും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ലെയർ ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വലിയ സ്ക്വയർ പീസാണ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 3 സ്ക്വയർ പീസും ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെറിയ 2 സ്ക്വയർ പീസും കൂടെ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തുള്ള ചെറിയ സ്ക്വയർസ് ഇതുപോലെ വലിയ സ്ക്വയറിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടോ ഫെവിക്കോൾ വെച്ചിട്ടോ എന്ത് വെച്ചിട്ടും സ്റ്റിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ആ ഒരു ബോർഡറൊക്കെ നമുക്ക് ഒരു ഗോൾഡൻ ടാപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോം ഷീറ്റൊക്കെ വെച്ചിട്ടൊന്ന് കവർ ചെയ്തും കൂടെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഒരു ഹോൾഡറായിട്ട് നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് സ്റ്റിക്ക് ചെയ്തും കൂടെ എടുക്കാവുന്നതാണ് കേട്ടോ. അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു കോർണർ ഒട്ടിച്ചു കൊടുത്തപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു ബോർഡറിൽ. അപ്പോൾ അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടെ 2 കോർണറിലേക്കാക്കിയിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുള്ള് ഒരു ഫിനിഷിംഗ് ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഹോൾഡറും കൂടെ വെച്ച് കൊടുക്കാം.
ലിഡിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് വരച്ചെടുത്തിട്ട് ഫോം ഷീറ്റിലൊന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ അത് ഇതാണ് ഹോൾഡറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പെർഫ്യൂമിൻ്റെ ലിഡാണ്, ക്യാപ്പാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമ്മൾ സ്റ്റാർ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ലിഡില്ലേ അത് ഞാൻ നമ്മുടെ ഈ ഒരു ടോപ്പിലേക്ക് അതും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഈ ഒരു ഫിഷ് ജാറിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഡെക്കോ പീസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു ലൈറ്റിങ് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ജാർ ഒന്ന് റീസൈക്കിൾ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് രണ്ടും നമുക്കൊന്ന് ഒരു ലാമ്പൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരുന്നുണ്ട്. ഇനി വന്നിട്ട് ഈ ഒരു ജാറ് പൊട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് നീറ്റാക്കി കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊരു ഫൈബർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതാ ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്യേണ്ട ഭാഗം ഒന്ന് മാർക്ക് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഈ ഒരു ഭാഗം ഒന്ന് ഡിസൈനും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം വിചാരിച്ചിട്ടുള്ള അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഒരു പ്രൊജക്റ്റഡ് ഒരു ഡിസൈനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ ഇല്ലെങ്കിലും ഒരു പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തെടുത്താൽ തന്നെ മതിയാകും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബേർഡ്സോ സ്റ്റോൺസ് കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ മതിയാകും കേട്ടോ. ഇങ്ങനെയൊക്കെ റീസൈക്കിൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താൽ തന്നെ മതിയാകും. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഇതൊന്ന് ഈ ബോർഡർ സൈഡിലേക്കൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊന്ന് പെയിൻറ്റും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സിമ്പിൾ ഡിസൈന് 2 ബോർഡറിലായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു പേപ്പറാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളൊന്ന് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് സെൻറ്ററിലോട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു ഗോൾഡ് മെറ്റാലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ബ്ലാക്ക് ഒക്കെ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലൂടെ ഒരു ഗോൾഡൻ ടച്ച് കൊടുത്താൽ തന്നെ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനത് ഗോൾഡൻ പെയിൻ്റാണ് കേട്ടോ 2 എൻഡിലും ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഫിനിഷ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു ബ്ലാക്ക് ടച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പെയിൻ്റ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ സെൻറ്ററിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് 10 മിനിറ്റ് ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇതൊന്ന് റിമൂവ് ചെയ്തെടുക്കുന്നത്. ഇനി ഒന്നും ചെയ്തില്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്കെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്കൊരു എക്സ്ട്രാ ബ്ലാക്ക് ടച്ചും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു വിൻറ്റേജ് ലുക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഈ ഒരു കളർ കോമ്പിനേഷൻ നേരെ തിരിച്ചിട്ട് ചെയ്തെടുത്താലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാനായിട്ട്. ആദ്യം തന്നെ ഒരു ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് അതിനുശേഷം ഈ ഒരു പ്രൊജക്റ്റഡ് പാർട്ട് നമുക്ക് മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്തെടുത്താലും നല്ല ഭംഗി തന്നെ ആയിരിക്കും കാണാനായിട്ട്. ഒരു ലാമ്പിനൊക്കെ ഒരു ആപ്റ്റായിട്ടുള്ളൊരു കളറൊക്കെയാണ് അത് വിൻറ്റേജ് ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാനും. പിന്നെ അതുപോലെ തന്നെ ഇത് ഓൾറെഡി ഒരു ലൈറ്റിംഗ് വരുന്ന ലിഡാണ് ഇതിനുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആസ് ഇറ്റ് ഈസ് തന്നെ നമുക്കൊരു ലാമ്പായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫിഷ് ജാർസൊക്കെ നമുക്ക് ഈസി ആയിട്ട് റീസൈക്കിൾ ചെയ്തിട്ട് ഒരു ലാമ്പ് മോഡൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഷോ പീസൊക്കെ വെച്ചിട്ട് ലൈറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ബോർഡേഴ്സൊക്കെ ഒന്ന് ബ്ലാക്ക് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ലാമ്പ് മോഡൽ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഈ ഒരു ലിഡ് വെച്ചിട്ട് നമ്മളൊന്ന് ഓൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് നമുക്കൊരു ബെഡ് സൈഡ് ലാമ്പായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സെൻറ്റർ ടേബിളിൽ ഡെക്കറേഷൻ പീസായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ഡൈനിങ് ടേബിളിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ട് ഇതൊരു നല്ലൊരു ഡെക്കോ പീസായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ നമുക്കിത് പല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. നമ്മളിന്ന് ചെയ്തെടുത്തുള്ള 2 ഫിഷ് ജാർസും ഒരു സെൻറ്റർ ടേബിൾ ഡെക്കോ പീസായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഒരു ലൈറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെക്കോ പീസ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ആദ്യം ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ അടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബബിൾസ് കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിലേക്കൊരു ലൈറ്റിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നമുക്കത് റീപർപ്പസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ അതിൻ്റെ ഓൾറെഡി ഉള്ള സ്റ്റാൻഡിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ലാമ്പും കൂടെ ഈ ഒരു ടേബിളിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.